ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു എജു ബോർഡ്. മക്കളെ, നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മക്കളെ, ക്രിസ്മസ് എക്സാം ആണ് നാളെ. കെമിസ്ട്രിയുടെ ക്രിസ്മസ് എക്സാം നാളെ നടക്കുന്ന സമയത്ത് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്റർ നല്ല വെയിറ്റേജ് ഉള്ള വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. ഇത് ഓൾറെഡി പഠിച്ച് കഴിഞ്ഞവരുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, ചിലപ്പം കാര്യമായി പഠിക്കാത്തവരും ഉണ്ടാവും. ഒരു ടെൻഷനും വേണ്ട, നിങ്ങൾക്ക് ആവശ്യമുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ തരുന്നുണ്ട്. കറക്റ്റായിട്ട് വീഡിയോ കണ്ട് നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. എന്താണ് നമ്മൾ ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്? ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന, അല്ലെങ്കിൽ പൊതുവെ ക്രിസ്മസ് എക്സാം ആവട്ടെ, ബോർഡ് എക്സാം ആവട്ടെ, ഏത് എക്സാം ആവട്ടെ, ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് കൃത്യമായി പഠിച്ചോ, ഇതിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്. അപ്പോൾ പേനയും പേപ്പറും ഒക്കെ എടുത്തൊന്ന് ഉഷാറായിട്ടിരിക്കുക, അടിപൊളിയായിട്ട് നമുക്കിത് പഠിക്കാം. ഓക്കേടാ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. റൈറ്റ് ദ ബ്രോൺസ്റ്റഡ് ലൗറി കോൺസെപ്റ്റ് ഓഫ് ആസിഡ് ആൻഡ് ബേസ്. എന്താ ബ്രോൺസ്റ്റഡ് ലൗറി കോൺസെപ്റ്റ് പ്രകാരം ആസിഡ് ബേസ് എന്നൊക്കെ പറഞ്ഞാൽ വെരി സിമ്പിൾ. എച്ച് പ്ലസ് അഥവാ പ്രോട്ടോൺ, എച്ച് പ്ലസ് ഡോണറെ വിളിക്കുന്ന പേര്, എച്ച് പ്ലസ് ഡോണറെ വിളിക്കുന്ന പേര് ആസിഡ്. ഒരാൾ ഡൊണേറ്റ് ചെയ്യുമ്പോൾ മറ്റൊരാൾ അത് ആക്സെപ്റ്റ് ചെയ്യണ്ടേടാ. എച്ച് പ്ലസ് ആക്സെപ്റ്ററെ വിളിക്കുന്ന പേര് ബേസ്. ഇതാണ് ബ്രോൺസ്റ്റഡ് ലൗറി കോൺസെപ്റ്റ്. മക്കളെ, സെറ്റ് അല്ലേ? എച്ച് പ്ലസ് കൊടുക്കുന്ന ആൾ ആസിഡോ, എച്ച് പ്ലസ് വാങ്ങുന്ന ആൾ ബേസ്. വെരി സിമ്പിൾ. അത് എഴുതിയാൽ അതിൻ്റെ മാർക്ക് കിട്ടും. മക്കളെ, എന്താ പി എച്ച് എന്ന് പറയുന്നത്? പി എച്ച് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ നെഗറ്റീവ് ലോഗരിതം ഓഫ് എച്ച് പ്ലസ് അയോൺ, അല്ലെങ്കിൽ H3O പ്ലസ് അയോൺ കോൺസെൻട്രേഷൻ ഇൻ മൊളാരിറ്റി. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പി എച്ച്. എച്ച് പ്ലസ് അയോണിൻ്റെ അല്ലെങ്കിൽ H3O പ്ലസ് അയോണിൻ്റെ മൊളാർ കോൺസെൻട്രേഷൻ്റെ, മൊളാരിറ്റിയിലുള്ള മൊളാർ കോൺസെൻട്രേഷൻ്റെ നെഗറ്റീവ് ലോഗരിതം എടുത്താൽ കിട്ടുന്നതാണ് പി എച്ച്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്തത്, വാട്ട് ഈസ് ബഫർ സൊല്യൂഷൻ? മക്കളെ, ബഫർ സൊല്യൂഷൻ ഈസ് എ സൊല്യൂഷൻ. അതൊരു സൊല്യൂഷനാ വിച്ച് വിൽ റെസിസ്റ്റ് ദ ചേഞ്ച് ഇൻ പി എച്ച് വെൻ വി ആഡ് സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡ്, ബേസ് ഓർ വാട്ടർ എന്നുള്ളതാ. നമ്മൾ കുറച്ച് വാട്ടറോ ആസിഡോ ബേസോ ഒക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു സൊല്യൂഷനിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ പി എച്ചിനെ റെസിസ്റ്റ് ചെയ്ത് നിർത്തുന്ന സൊല്യൂഷൻ്റെ പേരാണ് ബഫർ സൊല്യൂഷൻ. മക്കളെ, ബഫർ സൊല്യൂഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് അസിഡിക് ആണ്, രണ്ട് ബേസിക് ആണ്. അസിഡിക് ബഫറിന്റെ എക്സാമ്പിൾ മക്കൾ പഠിച്ചിരിക്കണം. മക്കളെ, അസിഡിക് ബഫറിന്റെ എക്സാമ്പിൾ എന്താ? ഒരു വീക്ക് ആസിഡ് എടുക്കുക, CH3COOH. ആ വീക്ക് ആസിഡിനെ NaOH എന്ന് പറയുന്ന സ്ട്രോങ് ബേസുമായി റിയാക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സാൾട്ട് കിട്ടും. ഏതാണ് ആ സാൾട്ട്? CH3COONA. ഇതൊരു അസിഡിക് ബഫറിന്റെ എക്സാമ്പിളാ. ഒരു വീക്ക് ആസിഡ് അത് സ്ട്രോങ് ബേസുമായി റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതിന്റെ സാൾട്ട്. ഇനി മക്കളെ, ബേസിക് ബഫറിന്റെ ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ ഒരു വീക്ക് ബേസ് എടുക്കുക. അമോണിയം ഹൈഡ്രോക്സൈഡ് ഒരു വീക്ക് ബേസ് ആണ്. ആ അമോണിയം ഹൈഡ്രോക്സൈഡിനെ ഒരു സ്ട്രോങ് ആസിഡായ HCl-മായി റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്ന സാൾട്ട് കിട്ടും. മക്കളെ, ഇതാണ് എന്ത് എന്ന് പറയുന്നത്? ബേസിക് ബഫറിന്റെ എക്സാമ്പിൾ. അപ്പൊ എന്താ ബഫർ എന്നറിയണം, രണ്ട് ടൈപ്പ് ബഫർ ഉണ്ട് എന്നറിയണം. രണ്ട് ടൈപ്പ് ബഫറിന്റെയും ഒരു എക്സാമ്പിളുകൾ മക്കളെ നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാ, അതുകൊണ്ട് പഠിക്കാതെ പോവരുത്. നോക്ക്, വാട്ട് ഈസ് കോമൺ അയോൺ എഫക്റ്റ്? നിങ്ങൾക്കറിയാം, ഇറ്റ് ഈസ് ദ ഫിനോമിനോൺ ഓഫ് സപ്രഷൻ ഓഫ് എ വീക്ക് ഇലക്ട്രോലൈറ്റ് വെൻ വി ആഡ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഹാവിംഗ് കോമൺ അയോൺ എന്നുള്ളതാ. ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിലേക്ക് കോമൺ അയോൺ അടങ്ങിയ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഡിസോസിയേഷൻ കുറയും. ആ കുറയുന്ന ഫിനോമിനനെ വിളിക്കുന്ന പേരാണ് കോമൺ അയോൺ എഫക്റ്റ്. മക്കളെ, നിങ്ങൾക്കൊരു എക്സാമ്പിൾ വേണമെങ്കിൽ ശ്രദ്ധിച്ചോ. അസറ്റിക് ആസിഡ് എടുക്കുക, CH3COOH. ഇയാളൊരു വീക്ക് ഇലക്ട്രോലൈറ്റ്. മക്കളെ, ഈ വീക്ക് ഇലക്ട്രോലൈറ്റ് ഡിസോസിയേറ്റ് ചെയ്താൽ H പ്ലസും CH3COO മൈനസുമാ കിട്ടുക.
ഇതിലേക്ക് നമ്മളൊരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യണം. എങ്ങനെയുള്ള സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്? ഇവിടെ 2 അയോണുകളില്ലേ, ഇതിലേതെങ്കിലും ഒരു അയോൺ അടങ്ങിയിട്ടുള്ള സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഞാൻ ഒരു H2SO4നെ ആഡ് ചെയ്യാണ്. H2SO4 സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. ഇത് ഡിസോസിയേറ്റ് ചെയ്താൽ H+ഉം HSO4- അല്ലേടാ കിട്ടുക. ഇനി മക്കൾ പറഞ്ഞേ ഇവിടെ ഉള്ള അതേപോലെയുള്ള ഒരു അയോൺ, ഒരു കോമൺ അയോൺ ഉള്ള സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെയാണ് നമ്മൾ വീക്ക് ഇലക്ട്രോലൈറ്റിലേക്ക് ആഡ് ചെയ്തത്. അപ്പൊ എന്താ സംഭവിക്കുക? വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഡിസോസിയേഷൻ കുറയും. ഈ ഫിനോമിനനെ വിളിക്കുന്ന പേരാണ് കോമൺ അയോൺ എഫക്റ്റ്. എന്താ കോമൺ അയോൺ എഫക്റ്റ് എന്ന് അറിയണം, അതിന്റെ ഒരു എക്സാമ്പിളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ക്ലിയർ അല്ലേടാ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. വാട്ട് ഈസ് ഹോമോജീനിയസ് ഇക്വിലിബ്രിയം? മക്കളെ, ഒരു ഇക്വിലിബ്രിയം റിയാക്ഷനിൽ റിയാക്റ്റന്റും പ്രൊഡക്റ്റും ഒക്കെ ഒരേ ഫേസിലാ, ഒരേ സ്റ്റേറ്റിലാ, എങ്കിൽ അത് ഹോമോജീനിയസ്. ഡിഫറെന്റ് ആണെങ്കിലോ ഹെറ്ററോജീനിയസ്. മക്കളെ, ഹോമോജീനിയസിന്റെ എക്സാമ്പിൾ ചോദിച്ചാൽ ഹേബർ പ്രോസസ് ഹോമോജീനിയസാ. കാരണം അവിടെ നൈട്രജനും 3 ഹൈഡ്രജനും കമ്പൈൻ ചെയ്ത് എന്താ ഉണ്ടാവുന്നേ? 2 അമോണിയാണ് ഉണ്ടാവുന്നേ. മക്കളൊന്ന് നോക്ക്, ഇവിടെ റിയാക്റ്റന്റ് മൊത്തം ഗ്യാസാണ്, പ്രോഡക്റ്റും ഗ്യാസാ. എല്ലാവരും ഒരേ ഫേസിലാണെങ്കിൽ ദാറ്റ് ഈസ് ഹോമോജീനിയസ് ഇക്വിലിബ്രിയ അല്ലേ? ഇനി ഹെറ്ററോജീനിയസ് ഇക്വിലിബ്രിയം നോക്ക്. കാൽസ്യം കാർബണേറ്റ് സോളിഡ് ആണ്. അത് നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്താൽ കാൽസ്യം ഓക്സൈഡ് കിട്ടും, അതും സോളിഡാ. അതിൻ്റെ കൂടെ കിട്ടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ലേടാ, അത് ഗ്യാസാ. എല്ലാവരും ഒരേ ഫേസിലാണോ? അല്ല. അല്ലെങ്കിൽ അത് ഹെറ്ററോജീനിയസ് ആണ്. അപ്പൊ എന്താ ഹോമോജീനിയസ്, എന്താ ഹെറ്ററോജീനിയസ് എന്നറിയണം. അതിൻ്റെ ഒരു എക്സാമ്പിളും നമ്മൾ പഠിക്കണം. ഞാൻ കൃത്യമായി ഇവിടെ എഴുതിയിട്ടുണ്ട് മക്കളെ, നിങ്ങൾ ഒന്ന് എഴുതിയെടുക്ക്, പഠിക്കുക. സിമ്പിളാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഇനിയുള്ള സമയം കൊണ്ട് തന്നെ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ Kp ആൻഡ് Kc ഓഫ് ദ റിയാക്ഷൻ. മക്കളെ, നമുക്കറിയുന്ന കാര്യമാണ്. എന്താ നമുക്കറിയുന്നത്? നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാം അല്ലേ? അതിൽ ഏത് കാര്യമാണ് ഇപ്പോൾ ഇത്? യെസ് മക്കളെ, നോക്കൂ നിങ്ങൾ KCയും KPയും തമ്മിൽ മനോഹരമായ ഒരു റിലേഷൻ ഉണ്ട്. എന്താ അത്? Kp is equal to Kc into RT raised to delta N. ഇതാ റിലേഷൻ. അപ്പൊ മക്കൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. എന്താടാ? ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു അയോഡിൻ. അപ്പൊ ഇവിടെയുള്ള ഇവരൊക്കെ ഗ്യാസാ. 2 മോളാണ് റിയാക്റ്റന്റ്. പ്രോഡക്റ്റ് എന്താ? ഇതും ഗ്യാസാ. 2 മോളാണ് പ്രോഡക്റ്റ്. അപ്പൊ ഡെൽറ്റ N എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റിന്റെ ഗ്യാഷ്യസ് മോളിക്യൂളുകളുടെ എണ്ണം മൈനസ് റിയാക്റ്റന്റിലുള്ള ഗ്യാഷ്യസ് മോളിക്യൂളുകളുടെ എണ്ണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ നമുക്ക് എന്താ പറയാൻ പറ്റുക? Kp is equal to Kc into RT raised to 0. That means Kp is equal to എന്താ? Kc. ഈ പെർട്ടിക്കുലർ റിയാക്ഷന്റെ Kpയും Kcയും തമ്മിലുള്ള റിലേഷൻ എന്താ? Kp is equal to Kc. കാരണം അവിടെയുള്ള ഡെൽറ്റ N എന്താ? 0. കാരണം പ്രോഡക്റ്റിന്റെ നമ്പർ ഓഫ് മോൾസും റിയാക്റ്റന്റിന്റെ നമ്പർ ഓഫ് മോൾസും സെയിം ആണെങ്കിൽ എല്ലാവരും ഗ്യാസ് ആട്ടോ. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ N 0 ആണ്. ഡെൽറ്റ N 0 ആണെങ്കിൽ Kp is equal to എന്താ? Kc. Is it clear? Yes. അടുത്ത ക്വസ്റ്റ്യൻ. The equilibrium constant for a reaction is X. ഒരു കെമിക്കൽ റിയാക്ഷന്റെ മക്കളെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് X എന്നാലോ ഫോർവേഡ് റിയാക്ഷൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് X. അങ്ങനെയാണെങ്കിൽ റിവേഴ്സ് റിയാക്ഷൻ സോ സിമ്പിൾ. ഒരു കെമിക്കൽ റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc ആണെങ്കിൽ അതിന്റെ റിവേഴ്സ് റിയാക്ഷൻ, അതിന്റെ ബാക്ക്വേർഡ് റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇതിന്റെ റെസിപ്രോക്കൽ ആണ്. ദാറ്റ് മീൻസ് 1/Kc ആണ് എന്ന് പഠിച്ചതല്ലേ നമ്മൾ? പഠിച്ചതാണ്. എങ്കിൽ ഇവിടെ Kcക്ക് പകരം X എന്നാ തന്നത്, Kcക്ക് പകരം X എന്നാ തന്നതെങ്കിൽ അതിന്റെ റിവേഴ്സ് റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Xന്റെ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് 1/X ആയിരിക്കും. ക്ലിയർ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്തത് നോക്കൂ നിങ്ങൾ. അലുമിനിയം ക്ലോറൈഡ് ക്യാൻ ആക്ട് ആസ് ലൂയിസ് ആസിഡ്. എന്തുകൊണ്ടാ മക്കളെ? അലുമിനിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ
അലുമിനിയത്തിന് ചുറ്റും 3 ക്ലോറിൻ, 3 ബോണ്ട് എന്ന് പറഞ്ഞാൽ 6 ഇലക്ട്രോൺ. 6 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഒക്ടറ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല. ദാറ്റ് മീൻസ് ഇയാൾ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. മക്കളെ, ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഇലക്ട്രോണിനെ സ്വീകരിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ലൂയിസ് കോൺസെപ്റ്റ് പ്രകാരം ഇലക്ട്രോൺ പെയർ സ്വീകരിക്കുന്ന ആളാണ് ആസിഡ്. അതുകൊണ്ട് ഇയാൾക്ക് എന്തായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും? ഒരു ലൂയിസ് ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നുള്ള സ്റ്റേറ്റ്മെന്റ് അബ്സല്യൂട്ട്ലി കറക്റ്റ് ആണ്, ഒരു പ്രശ്നവും ഇല്ല. അടുത്തത് അമോണിയം ക്ലോറൈഡിന്റെ pH ഓഫ് അമോണിയം ക്ലോറൈഡ് ഇൻ വാട്ടർ ഇസ് ലെസ് ദാൻ 7 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 7 ആണെന്ന് പറഞ്ഞാൽ അസിഡിക് ആണ്. എന്തുകൊണ്ട് അസിഡിക് ആണോ? അതും കറക്റ്റ് ആടാ. അതിൻ്റെ റീസൺ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമോണിയം ഒരു സാൾട്ടിനെ ഹൈഡ്രോളൈസ് ചെയ്യുമ്പം അത് അസിഡിക് ആണോ, ബേസിക് ആണോ, ന്യൂട്രൽ ആണോ എന്ന് അറിയണമെങ്കിൽ ആ സാൾട്ട് എങ്ങനെ ഉണ്ടായതാണ് എന്നറിയേണ്ടതുണ്ട്. മക്കളെ, അമോണിയം ക്ലോറൈഡ് ഉണ്ടായത് എങ്ങനെയാണെന്ന് അറിയോ നിങ്ങൾക്ക്? അമോണിയം ക്ലോറൈഡ് ഉണ്ടായത് അമോണിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന വീക്ക് ബേസും HCl എന്ന് പറയുന്ന സ്ട്രോങ് ആസിഡും കമ്പൈൻ ചെയ്യപ്പെടാണ്. അപ്പൊ ഇവിടെ ആരാ സ്ട്രോങ്? ഒരു ആസിഡും ബേസും റിയാക്ട് ചെയ്യുമ്പോഴാണ് സാൾട്ട് ഉണ്ടാവുക. അതിൽ ഒരാളാണ് സ്ട്രോങ് എങ്കിൽ അയാളുടെ നേച്ചർ ആയിരിക്കും ആ സാൾട്ടിനെ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന സൊല്യൂഷൻ ഉണ്ടാവുക. ഇവിടെ ആരാടാ സ്ട്രോങ്? ആസിഡാ സ്ട്രോങ്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സാൾട്ടിന്റെ നേച്ചർ, ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന നേച്ചർ അസിഡിക് ആയിരിക്കും, ഒരു ഡൗട്ടും ഇല്ല. ഇവിടെ OHും Hും കമ്പൈൻ ചെയ്ത് വാട്ടർ ഉണ്ടാവും, ക്ലോറിൻ ഇങ്ങോട്ട് വരും. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അമോണിയം ക്ലോറൈഡ് പ്ലസ് H2O കിട്ടുന്നത്. ഇതാണ് നമ്മുടെ സാൾട്ട്. ഈ സാൾട്ട് എന്താണ്? അസിഡിക് ആണ്. കാരണം ഇവിടെ ആസിഡ് ആണ് സ്ട്രോങ് ആയിട്ടുള്ളത്, ബേസ് സ്ട്രോങ് അല്ല. ബേസ് ആരാ? വീക്കാണ്. അതാണ് അതിന്റെ ഐഡിയ. ഇനി നോക്ക്, നേരെ തിരിച്ചാണെങ്കിലോ, ബേസ് സ്ട്രോങ്, ആസിഡ് വീക്ക്. അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന സാൾട്ടിന്റെ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ അത് ബേസിക് ആയിട്ടുള്ള സൊല്യൂഷനാണ് കിട്ടുക. അപ്പോൾ ഒരാൾ സ്ട്രോങ്ങും ഒരാൾ വീക്കും ആണെങ്കിൽ ആരാണോ സ്ട്രോങ് അയാളുടെ നേച്ചർ ആ സൊല്യൂഷൻ ഉണ്ടാവുക എന്ന ബേസിക് ഐഡിയ മക്കളെ നിങ്ങൾക്ക് ഉണ്ടാവണം. ഇനി അഡീഷൻ ഓഫ് അസറ്റേറ്റ് അയോൺ ടു അസറ്റിക് ആസിഡ് ഡിക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ. വളരെ കറക്റ്റാ. ഇത് കോമൺ അയോൺ എഫക്റ്റിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അസറ്റേറ്റ് അയോണിനെ എന്തിലേക്ക് ആഡ് ചെയ്യുന്നത്? അസറ്റിക് ആസിഡിലേക്ക് ആഡ് ചെയ്യുന്നത്. അസറ്റിക് ആസിഡിൽ ഓൾറെഡി H+ അസറ്റേറ്റ് അയോണും ഉള്ളത്. അപ്പോൾ ഒരു കോമൺ അയോൺ വരുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുക? ഡിസോസിയേഷൻ കുറയും. അതുകൊണ്ടാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അവിടെ കോമൺ അയോൺ എഫക്റ്റ് നടക്കുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിലേക്ക് കോമൺ അയോൺ അടങ്ങിയ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുമ്പോൾ ആ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഡിസോസിയേഷൻ കുറയും. ഇത് ഡിസോസിയേറ്റ് ചെയ്തിട്ടല്ലേ H+ ഉണ്ടാവുന്നത്. അപ്പോൾ H+ന്റെ ഫോർമേഷൻ കുറയും. അപ്പോൾ നോക്ക് കോൺസെൻട്രേഷൻ ഓഫ് H+ അയോൺ കുറയും. ദാറ്റ് ഈസ് ദി ഐഡിയ. പ്രശ്നമൊന്നുമില്ല. അടുത്തത്, റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kp ആൻഡ് Kc. നോക്ക്, നമ്മൾ പറഞ്ഞതല്ലേ എന്താ ജനറൽ ഇക്വേഷൻ എന്താ? Kp is equal to Kc into RT raised to delta n. അപ്പൊ ഡെൽറ്റ n നോക്കേണ്ടത്. നോക്കടാ, ഇത് സോളിഡാ, പരിഗണിക്കേണ്ടതില്ല. ഗ്യാസ് മാത്രമേ പരിഗണിക്കേണ്ടതുള്ളൂ. അപ്പൊ പ്രോഡക്റ്റിന്റെ സൈഡിൽ ഒരു ഗ്യാസ്, റിയാക്ടന്റെ സൈഡിൽ ഗ്യാസ് ഇല്ല. സോ ഡെൽറ്റ n is equal to 1 ആണെങ്കിൽ എന്താ റിലേഷൻ? Kp is equal to Kc into RT. RT raised to 1 അല്ലേ? RT raised to 1 എന്ന് പറഞ്ഞാൽ RT ആണ്. So this is the relation between Kc and Kp for this reaction. സിമ്പിൾ ആണ്. അടുത്തത്, ഡിഫൈൻ ബഫർ സൊല്യൂഷൻ എന്താണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അസിഡിക്കും ബേസിക്കും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരുടെയും എക്സാമ്പിളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മക്കളെ എഴുതിയെടുക്കണേ, ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, എക്സ്പ്ലെയിൻ ദ ടേം കോമൺ അയോൺ എഫക്റ്റ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. നമ്മൾ പറഞ്ഞതാണ്
അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാ. കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺ തന്നിട്ടുണ്ട്, അതിൻ്റെ ആ സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ പി എച്ച് കാണാനാ പറഞ്ഞ്. പി എച്ച് കാണാനുള്ള ഇക്വേഷൻ ഇറ്റ് ഈസ് ദ നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ ഇൻ മൊളാരിറ്റി. എടാ മക്കളെ, ഹൈഡ്രജൻ അയോണിൻ്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. എത്രയാ? 3 × 10⁻³ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കാൽക്കുലേറ്ററിൽ മൈനസ് അടിക്കുക, ലോഗ് അടിക്കുക, ബ്രാക്കറ്റ് ഇടുക, ഈ വാല്യൂ ഇടുക, ഈക്വൽ ടു അടിക്കുക. വി വിൽ ഗെറ്റ് ദി ആൻസർ. അല്ലേ? സിമ്പിളാ. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. ഇത് മാത്രമാ കിട്ടേണ്ടത്, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ. പക്ഷേ ഇക്വേഷൻ അറിയണം, ചെയ്തൊരു പ്രാക്ടീസ് വേണമെന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഫോർ ദ കെമിക്കൽ റിയാക്ഷൻ റിയാക്ഷൻ കോയിഷ്യന്റ് QC ഇസ് ഗ്രേറ്റർ ദാൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KC. ദാറ്റ് മീൻസ് QC ആണ് KC യേക്കാൾ കൂടുതൽ. predict the direction. നമ്മൾ അപ്ലിക്കേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൽ വളരെ ക്ലിയർ ആയി, വളരെ നീറ്റായി നമ്മൾ പഠിച്ചതാണ്. QC ആണ് കൂടുതലെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ്. തിരിച്ച് KC ഗ്രേറ്റർ ദാൻ QC ആണെങ്കിൽ അവിടെ ഫോർവേഡ് റിയാക്ഷൻ ആണ്. ഇനി KC ഈക്വൽ ടു QC ആണെങ്കിൽ ആ പ്രോസസ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തിട്ടുണ്ട് നമ്മൾ പഠിച്ചതാണ്. ഇതല്ലേ നമ്മുടെ അപ്ലിക്കേഷനിൽ ഡയറക്ഷൻ എങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യാന്നുള്ള ഭാഗത്ത് നമ്മൾ പറഞ്ഞത്. ഇവിടെ ചോദിച്ചത് ഇതാണ്. QC ആ കൂടുതലെങ്കിൽ ബാക്ക്വേർഡ്, KC ആ കൂടുതലെങ്കിൽ ഫോർവേഡ്. രണ്ട് ഈക്വൽ ആണെങ്കിൽ അറ്റ് ഇക്വിലിബ്രിയം. ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? നോ ഡൗട്ട്. ഇനി predict the effect of change in pressure and temperature. മക്കളെ, ഇതിന് പ്രഷറും ടെമ്പറേച്ചറും എങ്ങനെ എഫക്റ്റ് ചെയ്യാം? സോ സിമ്പിൾ. ആദ്യം നമുക്ക് പ്രഷറിൻ്റെ എഫക്റ്റ് പറയാം. പ്രഷറിൻ്റെ എഫക്റ്റ് പറയണമെങ്കിൽ ഇവരുടെ നമ്പർ ഓഫ് മോൾസ് നോക്കണം. ഇവിടെ 1 മോള്, ഇവിടെ 3 മോള്, ടോട്ടൽ 4 മോള്. ഇവിടെ പ്രോഡക്റ്റ് എത്ര മോള് ഗ്യാസാ? 2 മോള് ഗ്യാസ്. മക്കളെ, പ്രഷർ കൂടുന്ന സമയത്ത് എവിടെയാണോ നമ്പർ ഓഫ് മോൾസ് കുറവുള്ളത് ആ സൈഡിലേക്കാ പോവുക. പ്രഷർ കൂടുമ്പോൾ ഇവിടെയല്ലേ കുറവ്? ദാറ്റ് മീൻസ് ഫോർവേഡ് ഡയറക്ഷൻ. ഇനി പ്രഷർ കുറച്ചാലോ നേരെ ഓപ്പോസിറ്റ്, ദാറ്റ് ഈസ് ബാക്ക്വേർഡ് ഡയറക്ഷൻ. പറയേണ്ട കാര്യമില്ല. ഇനി മക്കളെ, ടെമ്പറേച്ചറിന്റെ എഫക്റ്റ് എന്താ? ആദ്യം നോക്കേണ്ടത് ഇത് എക്സോതെർമിക് ആണോ എൻഡോതെർമിക് ആണോ എന്നാണ്. ΔHന്റെ വാല്യൂ നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ആണെങ്കിൽ അത് ഏത് പ്രോസസ്സാ? എക്സോതെർമിക് പ്രോസസ്സാ. മക്കളെ, എക്സോതെർമിക് പ്രോസസ് ആണെങ്കിൽ നിങ്ങൾ സംശയിക്കണ്ട. ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് റിയാക്ഷൻ ബാക്ക്വേർഡ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത് ഫോർവേഡ് ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. റെഡിയാണോ മക്കളെ? ഐഡിയ നിങ്ങൾക്ക് ക്ലിയർ ആണോ? കോൺസെപ്റ്റ് മക്കളെ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഒന്നുമില്ല. എക്സോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ ബാക്ക്വേർഡ്, എൻഡോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഫോർവേഡ്. ഒന്ന് പഠിച്ചാൽ മതി. അതിൻ്റെ ഓപ്പോസിറ്റ് അപ്പുറത്ത് ഉണ്ടാവുക. ഇവിടെ കൂടുമ്പോൾ എന്താ ഫോർവേഡ്? ഒന്നുമില്ല. പ്രഷർ കൂടുമ്പോൾ നമ്പർ ഓഫ് മോൾസ് കുറവുള്ള സൈഡിലേക്ക്, പ്രഷർ കുറക്കുന്ന സമയത്ത് നമ്പർ ഓഫ് മോൾസ് കൂടുതലുള്ള സൈഡിലേക്ക്. ദിസ് ഇസ് ദി ലോജിക്. നമ്മൾ പഠിച്ചതാ അത്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ലൂയിസ് ആസിഡ്? ആരാടാ ലൂയിസ് ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യുക? കാറ്റയോണുകൾ ലൂയിസ് ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യും. അതേപോലെ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളും ലൂയിസ് ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യും. നോക്ക്, ഇത് ആനയോൺ ആക്ട് ചെയ്യില്ല. ഇത് ലോൺ പെയർ ഉള്ള എന്താ പറയുക, ഒക്ടറ്റ് കംപ്ലീറ്റ് ആയ ആളാ ആക്ട് ചെയ്യില്ല. ഇയാൾക്ക് ആക്ട് ചെയ്യാൻ പറ്റും. കാരണം എന്താടാ? BCl3 എന്ന് പറഞ്ഞാൽ 3 ബോണ്ട് എന്ന് പറഞ്ഞാൽ 6 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയ ആളുകൾക്കൊക്കെ ഇലക്ട്രോൺ വാങ്ങാനുള്ള ടെൻഡൻസി ഉണ്ട്. ലൂയിസ് ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അടുത്തത്, ബഫർ സൊല്യൂഷനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സാൾട്ട് ഓഫ് വീക്ക് ആസിഡും സ്ട്രോങ് ബേസും കമ്പൈൻ ചെയ്തുണ്ടായ സാൾട്ട് ഏതാണെന്ന ചോദ്യം. ഇതങ്ങനെയാണ്. ഇവിടെ ഇതെങ്ങനെ ഉണ്ടായതാടാ? അസറ്റിക് ആസിഡ് CH3COOH, ലൈക്ക്വൈസ് NaOH. അസറ്റിക് ആസിഡ് ആരാ? ദാറ്റ് ഇസ് വീക്ക് ആസിഡ്. NaOH ആരാ? ദാറ്റ് ഇസ് സ്ട്രോങ് ബേസ്. ഇവർ റിയാക്ട് ചെയ്യുമ്പോഴാണ് Hഉം OHഉം കമ്പൈൻ ചെയ്ത് വാട്ടർ ഉണ്ടാവുക. Na ഇങ്ങോട്ട് വരിക, CH3COO Na+H2O ഉണ്ടാവുക. ഈ സാൾട്ട് എങ്ങനെ ഉണ്ടായതാ? ഈ സാൾട്ട് ഉണ്ടായത് ഒരു വീക്ക് ആസിഡും ഒരു സ്ട്രോങ് ബേസും കമ്പൈൻ ചെയ്തപ്പോഴാണ്. അവർ പരസ്പരം റിയാക്ട് ചെയ്തപ്പോഴാണ് അങ്ങനെ ഒരു സാൾട്ട് അവിടെ ഉണ്ടായത് എന്നത് മക്കളെ ശ്രദ്ധിക്കേണ്ടതാണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ.
വാട്ട് ഈസ് എ കോൺജുഗേറ്റഡ് ആസിഡ് ബേസ് പെയർ? മക്കളെ, ഇത് ബ്രോൺസ്റ്റഡ് ലൗറി കോൺസെപ്റ്റിൽ വരുന്നതാണ്. നോക്ക്, HCl-നെ നമ്മൾ NH3യുമായി റിയാക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. എന്താ മക്കളെ സംഭവിക്കുക? HCl NH3ക്ക് ഒരു H+ കൊടുക്കും. അപ്പൊ എന്താ സംഭവിക്കുക? NH3H+ വാങ്ങിക്കഴിഞ്ഞാൽ അത് NH4+ ആവും. HCl H+ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ Cl- ആവും. ആരാ H+നെ കൊടുത്തത്? HCl. അതുകൊണ്ട് അയാൾ ആരാ? അയാൾ ഒരു ആസിഡാണ്. ഇയാൾ അത് വാങ്ങി, അതുകൊണ്ട് അയാൾ ആരാ? ബേസ് ആണ്. ഇനി മക്കളെ, NH4+ എങ്ങനെ ഉണ്ടായത്? ഒരു ബേസ് H+ വാങ്ങിയപ്പോഴല്ലേ? ഒരു ബേസ് H+ വാങ്ങിയാൽ ആ ബേസിന്റെ കോൺജുഗേറ്റഡ് ആസിഡ് ആണ് ഉണ്ടാവുക. Cl- എങ്ങനെ ഉണ്ടായത്? ഒരു ആസിഡ് H+നെ കൊടുത്തപ്പോഴല്ലേ? ഒരു ആസിഡ് H+നെ കൊടുത്താൽ ആ ആസിഡിന്റെ കോൺജുഗേറ്റഡ് ബേസ് ആണ് ഫോം ചെയ്യുക. ഓക്കെ, എന്താ കോൺജുഗേറ്റഡ് ആസിഡ് ബേസ് പെയർ? ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കോൺജുഗേറ്റഡ് ആസിഡ് ബേസ് പെയർ. കോൺജുഗേറ്റഡ് ആസിഡ് ബേസ് പെയർ എന്ന് പറഞ്ഞാൽ ഒരു ആസിഡ്, ആസിഡ് HCl, പിന്നെ അതിൻ്റെ കോൺജുഗേറ്റഡ് ബേസ് ദാറ്റ് ഈസ് Cl-. ഒരു ബേസ് അതാരാ? NH3. അതിൻ്റെ കോൺജുഗേറ്റഡ് ആസിഡ് അഥവാ NH4+. ദാറ്റ് മീൻസ് ഒരു ആസിഡിൻ്റെയും ഒരു ബേസിൻ്റെയും പെയറാണ്, ഒരു ആസിഡിൻ്റെയും ബേസിൻ്റെയും പെയറാണ് കോൺജുഗേറ്റഡ് ആസിഡ് ബേസ് പെയർ. അവരുടെ പ്രത്യേകത എന്താണെന്നറിയോ? അവർക്കിടയിലുള്ള ഡിഫറൻസ് ഒരു H+ൻ്റെ ഡിഫറൻസ് ആയിരിക്കും. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഇവിടെ ഒരു H+ കുറവാണ്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഇവിടെ ഒരു H+ കൂടുതലാണ്, അല്ലേ? അങ്ങനെ ഒരു H+ൻ്റെ ഡിഫറൻസ് ഉള്ള ആസിഡിൻ്റെയും ബേസിൻ്റെയും പെയറിനെ വിളിക്കുന്ന പേരാ കോൺജുഗേറ്റഡ് ആസിഡ് ബേസ് പെയർ. ഇനി റൈറ്റ് ദ കോൺജുഗേറ്റഡ് ആസിഡ് ആൻഡ് ബേസ് ഓഫ് H2O. മക്കളെ, H2O-ന് കോൺജുഗേറ്റഡ് ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യാം, കോൺജുഗേറ്റഡ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യാം. H2O-ന്റെ കോൺജുഗേറ്റഡ് ആസിഡ് എന്താ മക്കളെ? ഇയാള് H+നെ വിട്ടുകൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ കോൺജുഗേറ്റഡ് ബേസ് ഉണ്ടാവും. ഇയാൾ H+നെ വിട്ടുകൊടുത്താൽ OH- അല്ലേ ഉണ്ടാവുക? അതാണ് കോൺജുഗേറ്റഡ് ബേസ്. ഇനി ഇയാൾ H+നെ സ്വീകരിച്ചാൽ, ഇയാൾ ബേസ് ആയിട്ട് ആക്ട് ചെയ്താൽ അതിൻ്റെ കോൺജുഗേറ്റഡ് ആസിഡ് ഉണ്ടാവും. ഇയാൾ H+ സ്വീകരിച്ചാൽ പിന്നെന്താ ഉണ്ടാവുക? H3O+ ഉണ്ടാവുക. ദിസ് ഇസ് ദി ഐഡിയ. അപ്പോൾ ഇയാൾ ബേസ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ കോൺജുഗേറ്റഡ് ആസിഡ്, ഇയാൾ ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ കോൺജുഗേറ്റഡ് ബേസ്. ദിസ് ഇസ് ദി ഐഡിയ. അത് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ നല്ല ക്ലിയർ ആയിട്ട് നീറ്റായിട്ട് പഠിച്ചു വെക്കണം. ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ H+ വാങ്ങുമ്പോൾ കോൺജുഗേറ്റഡ് ബേസ് ഉണ്ടാവും. H+ വിട്ടുകൊടുക്കുമ്പോൾ ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ കോൺജുഗേറ്റഡ് ബേസ്. ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ കോൺജുഗേറ്റഡ് ബേസ്, ബേസ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ കോൺജുഗേറ്റഡ് ആസിഡ്. ദിസ് ഇസ് ദി ഐഡിയ. അടുത്തത്, പ്രെഡിക്റ്റ് ദ എഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ പ്രഷർ. മക്കളെ, പ്രഷറിന്റെ എഫക്റ്റ്. ഇവിടെ എത്ര മോൾ ഉണ്ട്? 2 മോൾ റിയാക്റ്റന്റ്. ഇവിടെ എത്ര മോൾ ഉണ്ട്? 2 മോൾ പ്രൊഡക്റ്റ്. റിയാക്റ്റന്റിന്റെയും പ്രോഡക്റ്റിന്റെയും നമ്പർ ഓഫ് മോൾസ് സെയിം ആണെങ്കിൽ അവിടെ പ്രഷറിന് എഫക്റ്റ് ഇല്ല. ദർ ഇസ് നോ എഫക്റ്റ് ഫോർ പ്രഷർ. അടുത്തത്, നെയിം ആൻഡ് സ്റ്റേറ്റ് ദ ലോ യൂസ്ഡ് ടു പ്രെഡിക്റ്റ് ദ എഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ പ്രഷർ ഇൻ ഇക്വിലിബ്രിയം. മക്കളെ, പ്രഷർ ആവട്ടെ, ടെമ്പറേച്ചർ ആവട്ടെ, കോൺസെൻട്രേഷൻ ആവട്ടെ, ഇത് ഇക്വിലിബ്രിയത്തെ എങ്ങനെയാ എഫക്റ്റ് ചെയ്യുക എന്ന് പറയാൻ നമ്മൾ ലേ ഷാർട്ട്ലിയ പ്രിൻസിപ്പിൾ ആണ് ഉപയോഗിക്കുക. എന്താ ലേ ഷാർട്ട്ലിയ പ്രിൻസിപ്പിൾ പറയുന്നത്? whenever there is a change in temperature, pressure or concentration of a system at equilibrium, the system will try to readjust in such a way so as to cancel the effect of that change എന്നുള്ളതാ. ഇക്വിലിബ്രിയത്തിലുള്ള ഒരു സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചറോ പ്രഷറോ കോൺസെൻട്രേഷനോ നിങ്ങൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ചേഞ്ചിന്റെ എഫക്റ്റ് ഇല്ലാതാക്കാൻ വേണ്ടി സിസ്റ്റം റീഅഡ്ജസ്റ്റ് ചെയ്യുന്നു പറയുന്ന എന്താ പറയുക പ്രിൻസിപ്പിളിനെയാണ് ലേ ഷാർട്ട്ലിയ പ്രിൻസിപ്പിൾ എന്ന് പറയാ. ദാറ്റ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കേണ്ടതാണ്. ലേ ഷാർട്ട്ലിയ പ്രിൻസിപ്പിൾ പഠിച്ചിരിക്കേണ്ടതാ. അടുത്തത്, റൈറ്റ് അറീനിയസ് കോൺസെപ്റ്റ്. മക്കളെ, അറീനിയസ് കോൺസെപ്റ്റ് പറയുന്നത് ഒരു സബ്സ്റ്റൻസ് അതിന്റെ അക്വ സൊല്യൂഷനിൽ H+ അല്ലെങ്കിൽ H3O+ തരുന്നുണ്ടെങ്കിൽ ഇത് തരുന്ന ആളാരാ? ആസിഡാണ്. അതേസമയം OH- തരുന്നതെങ്കിൽ അയാൾ ആരാ? ബേസ്. ദിസ് ഇസ് അറീനിയസ് കോൺസെപ്റ്റ് ഓഫ് ആസിഡ് ആൻഡ് ബേസ്. സിമ്പിൾ അല്ലേ ഇത്? അടുത്തത്, റൈറ്റ് ദ കോൺജുഗേറ്റഡ് ആസിഡ്. നമ്മൾ വാട്ടറിന്റെ കോൺജുഗേറ്റഡ് ആസിഡും കോൺജുഗേറ്റഡ് ബേസും പറഞ്ഞതാ. ഇനി അമോണിയയുടെ കോൺജുഗേറ്റഡ് ആസിഡ്, കോൺജുഗേറ്റഡ് ബേസ്.
മക്കളെ ഇയാൾ ആസിഡായിട്ട് ആക്ട് ചെയ്യുന്നു, H+ വിട്ടു കൊടുക്കുന്നു, അപ്പോൾ കോൺജുഗേറ്റ് ബേസ് ഉണ്ടാവും. H+ വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ NH2-. ഇനി ഇയാൾ ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു, H+ സ്വീകരിക്കുന്നു, H+ സ്വീകരിച്ചാൽ അയാൾ NH4+, അതാണ് കോൺജുഗേറ്റഡ് ആസിഡ്. റെഡി? ഇത്രയേ ഉള്ളൂ. അടുത്തത് ആൻ എക്സാമ്പിൾ ഫോർ ലൂയിസ് ആസിഡ്. മക്കളെ ആരാ ലൂയിസ് ആസിഡ്? ഇലക്ട്രോൺ പേര് സ്വീകരിക്കുന്ന ആള്, കാറ്റയോൺ ആവാം, ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആവാം. BF3 എന്താടാ? BF3 ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. സോ അയാൾ ആരാ? അയാളൊരു ലൂയിസ് ആസിഡ് ആണ്. അടുത്തത് റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ് എ ജനറൽ റിയാക്ഷൻ. മക്കളെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ KC എന്ന് എഴുതാം. KC എങ്ങനെ എഴുതുക? പ്രോഡക്റ്റുകളുടെ മോളാർ കോൺസെൻട്രേഷൻ്റെ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ റിയാക്റ്റൻറ്റുകളുടെ മോളാർ കോൺസെൻട്രേഷൻ്റെ പ്രോഡക്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്ന കേസാണ്. സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യൻ്റ് ഒക്കെ പവറായിട്ട് എഴുതണമെന്ന് നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇനി KCയും KPയും തമ്മിലുള്ള റിലേഷൻ എന്താ? KP is equal to KC into RT raised to delta, and that is also very very important. അടുത്തത് what is ionic product of water? മക്കളെ ionic product of water നെ KW എന്നാ പറയുക. KW എന്ന് പറഞ്ഞാൽ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H+. ന് പകരം H3O+ എന്ന് എഴുതാം, into OH-. ഇതിനെയാണ് KW എന്ന് പറയാം. Arrange the following in the increasing order of their acidic strength. മക്കളെ ഗ്രൂപ്പിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ബോണ്ട് ലെങ്ത് കൂടും, ബോണ്ട് സ്ട്രെങ്ത് കുറയും, പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ HF-നേക്കാൾ സ്ട്രോങ് ആസിഡാണ് HCl, അതിനേക്കാൾ സ്ട്രോങ് ആസിഡാണ് HBr, അതിനേക്കാൾ സ്ട്രോങ് ആസിഡാണ് HI. അല്ലേ? നമ്മൾ അറിയേണ്ടതാണത്, നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണത്, മറന്നു കളയരുത് മക്കളെ. അടുത്തത് ദ ഡിസോസിയേഷൻ ഓഫ് അമോണിയം ഹൈഡ്രോക്സൈഡ് ഈസ് സപ്രസ്ഡ് ബൈ ദ അഡിഷൻ ഓഫ് അമോണിയം ക്ലോറൈഡ്. പറയേണ്ട കാര്യമില്ല, ഇത് കോമൺ അയോൺ എഫക്റ്റ് ആ, കാരണം രണ്ട് സ്ഥലത്തും NH4+ അയോൺ ഉണ്ടാവും. അടുത്തത് ഗിവ് എൻ എക്സാമ്പിൾ ഫോർ ആസിഡിക് ബഫർ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലേ മക്കളെ? യെസ്. The species that can form both conjugate. പറയേണ്ട കാര്യമില്ല, വാട്ടറിന് H+ വാങ്ങാനും കഴിയും, H+ കൊടുക്കാനും കഴിയും. ദാറ്റ് മീൻസ് അയാൾക്ക് കോൺജുഗേറ്റഡ് ആസിഡ് ആവാനും കഴിയും, കോൺജുഗേറ്റഡ് ബേസ് ആവാനും കഴിയും. ഇനി predict the nature of solution produced by the hydrolysis of sodium acetate. ഇത് നമ്മൾ നേരത്തെ എഴുതി കാണിച്ചതാണ്. സോഡിയം അസറ്റേറ്റ് ഉണ്ടായത് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന സ്ട്രോങ് ബേസും അസറ്റിക് ആസിഡ് എന്ന് പറയുന്ന വീക്ക് ആസിഡും കമ്പൈൻ ചെയ്തിട്ടാ. സോ നോ ഡൗട്ട് അതിൻ്റെ നേച്ചർ ബേസിക് ആയിരിക്കും, കാരണം അവിടെ ബേസ് ആണ് സ്ട്രോങ്. കാൽക്കുലേറ്റ് ദ pH. പറയേണ്ട കാര്യമില്ല, pH is equal to negative logarithm of hydrogen ion concentration in molarity. കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ we will get pH. അത് 7 ആണെങ്കിൽ ന്യൂട്രൽ, ലെസ് ദാൻ 7 ആണെങ്കിൽ അസിഡിക്, ഗ്രേറ്റർ ദാൻ 7 ആണെങ്കിൽ ബേസിക്. എക്സ്പ്ലെയിൻ ദ എഫക്ട് ഓഫ് പ്രഷർ ഇൻ ദ ഫോളോയിങ് ഇക്വിലിബ്രിയ. നോക്കടാ, ഇവിടെ 1, 3, 4 മോളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ എത്ര മോളാണുള്ളത്? 2 മോളാണുള്ളത്. സോ നോ ഡൗട്ട് പ്രഷർ കൂട്ടുമ്പോൾ നമ്പർ ഓഫ് മോൾസ് കുറവുള്ള സൈഡിലേക്ക്, ദാറ്റ് മീൻസ് ഫോർവേഡ് ഡയറക്ഷനിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുക അല്ലേ? യെസ്. അപ്പം ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാ, വീണ്ടും വീണ്ടും പറയുക. കാരണം എന്താ? ഇതൊക്കെ എക്സാമിന് വീണ്ടും വീണ്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യനാ. എക്സാമിന് ചോദിക്കുമ്പോൾ നമുക്ക് എഴുതാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. എഴുതാൻ കഴിയണം, ക്ലിയർ ആയിട്ട് എഴുതാൻ കഴിയണം, നല്ല സ്ട്രോങ് ആയിട്ട് എഴുതാൻ കഴിയണം. അതിനു വേണ്ടിയിട്ടാണ്. അടുത്തത് പിന്നെ മക്കളെ, ഇന്ന് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഒക്കെ ലൈവ് വരുന്നുണ്ട്. എല്ലാവരും കറക്റ്റ് അറ്റൻഡ് ചെയ്യണം. എന്തിനാ? ഇതൊക്കെ വീണ്ടും വീണ്ടും പഠിക്കാനാ. വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുമ്പോൾ കോൺസെപ്റ്റുകളൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് പതിയും. പിന്നെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് പബ്ലിക്കിലേക്ക് ഒന്നുകൂടെ നോക്കിയാൽ സംഭവം സെറ്റല്ലേ? ഫുൾ മാർക്ക് അടിച്ചൂടെ നമുക്ക്? യെസ്, ഫുൾ മാർക്ക് ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം. കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺ തന്നിട്ടുണ്ട്, pH കാണാൻ ബുദ്ധിമുട്ടില്ല. ആൻ അക്വ സൊല്യൂഷൻ ഓഫ് NaCl ന്യൂട്രൽ ആണ്, എന്നാൽ CuCl ടു അസിഡിക്. കാരണം എന്താടാ? NaCl ന്യൂട്രൽ ആവാൻ കാര്യം അത് എങ്ങനെ ഉണ്ടായതാ? അത് HCl എന്ന് പറയുന്ന സ്ട്രോങ് ആസിഡും NaOH എന്ന് പറയുന്ന സ്ട്രോങ് ബേസും കമ്പൈൻ ചെയ്തപ്പോൾ ഉണ്ടായതാ. രണ്ടാളും സ്ട്രോങ് ആണെങ്കിൽ മക്കളെ, രണ്ടാളും സ്ട്രോങ് ആണെങ്കിൽ ആ ഉണ്ടാവുന്ന സാൾട്ട് ന്യൂട്രൽ ആയിരിക്കും. ഇവിടെ എന്താ കിട്ടുക?
NaOH പ്ലസ് H2O. ഈ സാൾട്ട് ഉണ്ടല്ലോ, ഈ സാൾട്ട് എന്താ, ഈ സാൾട്ട് ന്യൂട്രൽ ആയിരിക്കും, കാരണം രണ്ടാളും സ്ട്രോങ് ആണ്. ഇനി എന്തുകൊണ്ടാ CuCl2 അസിഡിക് ആയത്? കാരണം എന്താണെന്ന് അറിയോടാ, 2 HCl പ്ലസ് എന്താ CuOH ട്വൈസ്. ഇത് സ്ട്രോങ് ആസിഡാ, എന്നാൽ കോപ്പറിന്റെ ഹൈഡ്രോക്സൈഡ് വീക്ക് ബേസാ. അപ്പൊ എന്താ ഉണ്ടാവുകയെന്നറിയോ, CuCl2 പ്ലസ് 2H2O. ഈ സാൾട്ട് എന്താണെന്നറിയോടാ, ഈ സാൾട്ട് അസിഡിക് ആയിരിക്കും. കാര്യം എന്താ, ഇവിടെ ആസിഡാണ്, സോറി ഇവിടെ എഴുതിയത് മാറിപ്പോയി, ഇവിടെ സ്ട്രോങ് ആസിഡ്. ആസിഡാണ് ആര്, സ്ട്രോങ് ആയിട്ടുള്ളത്. രണ്ടാളിൽ ഒരാൾ മാത്രം സ്ട്രോങ് എങ്കിൽ അയാളുടെ നേച്ചർ ആ സാൾട്ടിന് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇയാൾ എന്തായത്, അസിഡിക് ആയത് എന്ന് മക്കളെ നമ്മൾ പഠിച്ചിരിക്കേണ്ടതുണ്ട്. ഫോർ ദ ഇക്വിലിബ്രിയം ഒരു റിയാക്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ദ വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kp തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, Kc കാണാൻ പറഞ്ഞ മക്കളെ. Kp is equal to Kc into RT raised to delta n. Kc കാണാൻ പറഞ്ഞ്, അപ്പോൾ ബാക്കിയുള്ളതും കൂടി കൊണ്ടുവന്നാൽ മതി. Kp ഡിവൈഡഡ് ബൈ RT raised to delta n. Kpയുടെ വാല്യൂ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് 1.8 into 10 raised to -3. ആറിൻ്റെ വാല്യൂ 8.314 നമുക്കറിയാം. ടെമ്പറേച്ചർ 500 കെൽവിൻ നമുക്കറിയാം. ഡെൽറ്റ എൻ എത്രയാ, ഇവിടെ 1 ഇവിടെ 2. സോ ഡെൽറ്റ എൻ ഇസ് ഈക്വൽ ടു 3 മൈനസ് ഇവിടെ 2. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ 1 കൊടുക്കേണ്ട കാര്യമില്ല, ഇത് കാൽക്കുലേറ്ററിൽ അടിച്ചാൽ വി വിൽ ഗെറ്റ് ദി ആൻസർ. ഓക്കെ, അപ്പൊ ഈ റിലേഷൻ അറിയുക, ഡെൽറ്റ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അറിയുക. ഇത് മാത്രല്ലേ ഉള്ളൂ ഇവിടെ കാര്യം, അത് മാത്രല്ലേ ഇവിടെ കാര്യമുള്ളൂ. യെസ്, അടുത്തത് H2 ഉണ്ട്, HSO4 മൈനസ് ഉണ്ട് മക്കളെ. അതിൻ്റെ കോൺജുഗേറ്റഡ് ആസിഡും കോൺജുഗേറ്റഡ് ബേസും നിങ്ങൾക്ക് എഴുതാൻ കഴിയണം. കാരണം നമ്മൾ നേരത്തെ വാട്ടറിൻ്റെതും അമോണിയൻ്റെതും ഒക്കെ ചെയ്തതാ. ചുരുക്കി പറഞ്ഞാൽ ഒരു സ്പീഷീസിനെ തന്ന് അതിൻ്റെ കോൺജുഗേറ്റഡ് ആസിഡും കോൺജുഗേറ്റഡ് ബേസും എഴുതാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാ. അതുകൊണ്ട് അത് പഠിച്ചു പോവുക. അടുത്തത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എക്സ്റ്റെൻഡ് പ്രഡിക്റ്റ് ചെയ്യാനും ഡയറക്ഷൻ പ്രഡിക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ മക്കളെ, ഡയറക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എങ്ങനെയാ, KC QCയേക്കാൾ കൂടുതലാണെങ്കിൽ ഫോർവേഡ് ഡയറക്ഷൻ, KC QCയേക്കാൾ കുറവാണെങ്കിൽ ബാക്ക്വേർഡ് ഡയറക്ഷൻ, KC QCക്ക് ഈക്വൽ ആണെങ്കിൽ അറ്റ് ഇക്വിലിബ്രിയം. പറഞ്ഞതല്ലേ നേരത്തെ. ഇനി മക്കളെ, എങ്ങനെയാ നമ്മൾ എക്സ്റ്റെൻഡ് എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യുക? നിങ്ങൾക്കറിയാം, KCയുടെ വാല്യൂ 10 raised to 3യേക്കാൾ കൂടുതലാവാം, KCയുടെ വാല്യൂ 10 raised to -3യേക്കാൾ കുറവാവാം, KCയുടെ വാല്യൂ 10 raised to -3യുടെയും 10 raised to 3യുടെയും ഇടയിൽ വരാം. 10 raised to 3യേക്കാൾ കൂടുതലാന്ന് പറഞ്ഞാൽ അതൊരു ഹൈ വാല്യൂ ആ. പ്രോഡക്റ്റ് ഒരുപാടുണ്ട്. അതിനർത്ഥം എന്താ, റിയാക്ഷൻ ഈസ് ഗോയിങ് ടു എൻഡ് എന്നാണ് മക്കളെ അതിൻ്റെ അർത്ഥം. KCയുടെ വാല്യൂ 10 raised to -3യേക്കാൾ കുറവ് എന്ന് പറഞ്ഞാൽ KC വളരെ സ്മോളാ. അതിൻ്റെ അർത്ഥം എന്താ, പ്രൊഡക്റ്റ് കാര്യമായി ഉണ്ടായിട്ടില്ല. അതിൻ്റെ അർത്ഥം റിയാക്ഷൻ ഈസ് ജസ്റ്റ് സ്റ്റാർട്ടഡ്. ഇനി ഇവർക്കിടയിലാണെങ്കിലോ ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് ആണ്. ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ അപ്രീഷ്യബിൾ എമൗണ്ട് ഓഫ് റിയാക്റ്റൻസും ഉണ്ട്, പ്രോഡക്റ്റും ഉണ്ട്. റിയാക്റ്റന്റ് തീരെയില്ല എന്ന് പറയാൻ പറ്റില്ല, റിയാക്റ്റന്റ് ഒരുപാടുണ്ട് എന്നും പറയാൻ പറ്റില്ല. റിയാക്റ്റന്റും പ്രൊഡക്റ്റും ഒക്കെ ഏകദേശം ഒരേ അവസ്ഥയിലുള്ള അവസ്ഥയാണ് ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഇങ്ങനെയാ മക്കളെ എക്സ്റ്റെൻഡ് പ്രെഡിക്റ്റ് ചെയ്യുക, ഇങ്ങനെയാ ഡയറക്ഷൻ പ്രെഡിക്റ്റ് ചെയ്യുക. ഓക്കെ, അറിയേണ്ടതുണ്ട്. പിന്നെ give the relation between solubility product and solubility of barium sulfate. മക്കളെ നോക്കൂ, ബേരിയം സൾഫേറ്റ് ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, ബേരിയം 2+ കിട്ടും, അതേപോലെ SO4 കിട്ടും. ഇവരുടെ KSP എന്താ, ഇവരുടെ KSP എന്ന് പറഞ്ഞാൽ മൊളാർ കോൺസെൻട്രേഷൻ ഓഫ് ബേരിയം 2+ ഇൻറ്റു മൊളാർ കോൺസെൻട്രേഷൻ ഓഫ് SO4 മക്കളെ, ഇതിൻ്റെ ഈ അയോണിൻ്റെ മൊളാർ സോലുബിലിറ്റി S ആണെങ്കിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ അയോണിൻ്റെയും മൊളാർ സോലുബിലിറ്റി S ആ. ഇവിടെ ഒരു അയോണാണുള്ളത്, സോ ഒരു S. ഇവിടെ ഒരു അയോണാണുള്ളത്, സോ ഒരു S. സോ ഇവിടെ നമുക്ക് S കൊടുക്കാം, ഇവിടെ S കൊടുക്കാം. സോ KSP is equal to S into S സ്ക്വയർ. അപ്പോൾ ബേരിയം സൾഫേറ്റിൻ്റെ KSPയും സോലുബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്താ,
Ksp is equal to S square. ഓക്കെ, ഇനി സോലുബിലിറ്റി പ്രൊഡക്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സോലുബിലിറ്റി എങ്ങനെ കാണാം മക്കളെ? നോക്കൂ നിങ്ങൾ, KSP is equal to S square അല്ലേ? സോ S is equal to root KSP അല്ലേ? സോ KSPന്റെ വാല്യൂ തന്നിട്ടുണ്ടല്ലോ. എത്രയാ? 1.2 into 10⁻⁻⁻⁻. സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ അത്? യെസ്, സോ സിമ്പിൾ. അടുത്തത് ഹോമോജീനിയസ് ഹെട്രോജീനിയസ് അറിയുന്ന കാര്യമാണ്. ഇനി നോക്കടാ, കെമിക്കൽ റിയാക്ഷൻ പ്രൊസീഡ് ഫോർവേഡ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഫോർവേഡ് ആണെങ്കിൽ KC QCയേക്കാൾ കൂടുതലാവണം. സോ ദിസ് ഈസ് ദി ആൻസർ. Write whether the following statement is true or false. നോക്ക്, high value of equilibrium constant suggests high concentration of reactants in the equilibrium mixture. അല്ല മക്കളെ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കൂടുക എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുക എന്നാ, റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ കൂടുക എന്നല്ല. ഇത് തെറ്റാണ്. ഇവിടെ റിയാക്റ്റന്റ് മാറ്റി പ്രൊഡക്റ്റ് ആണെങ്കിൽ ഓക്കെ ആയിരുന്നു. അടുത്തത് ലെഷാറ്റ്ലെ പ്രിൻസിപ്പിൾ നമുക്കറിയാം. ഇവിടെ എങ്ങനെയാണ് പ്രഷർ എഫക്റ്റ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഇവിടെ എത്ര മോളുണ്ട്? 1 + 3 4 മോൾ. ഇവിടെ എത്ര മോളുണ്ട്? 2 മോൾ. പ്രഷർ കൂട്ടുമ്പോൾ നമ്പർ ഓഫ് മോൾസ് കുറവുള്ള സൈഡിലേക്ക്, ദാറ്റ് ഈസ് ഫോർവേഡ് ഡയറക്ഷൻ. അടുത്തത് വാട്ട് ഈസ് കോൺജുഗേറ്റഡ് ആസിഡ് ബേസ് പെയർ? ഒരു എക്സാമ്പിൾ വെച്ച് നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഡിഫൈൻ pH സ്കെയിൽ. മക്കളെ, pH സ്കെയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സൊറൻസൺ ആണ്. ആ pH സ്കെയിലിൽ 0 മുതൽ 14 വരെയുള്ള നമ്പേഴ്സ് ഉള്ളത്. 0 to 7 ആണെങ്കിൽ അത് അസിഡിക് ആണെന്നറിയാം, 7 ആണെങ്കിൽ അത് ന്യൂട്രൽ ആണെന്നറിയാം, ഗ്രേറ്റർ ദാൻ 7 ആണെങ്കിൽ ബേസിക് ആണെന്നറിയാം. നമുക്കറിയണ കാര്യമാണ്. ഓക്കെ, പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ H+ന്റെ കോൺസെൻട്രേഷൻ തന്നു കഴിഞ്ഞാൽ pH കാണാനും, ആ pH <7 ആണെങ്കിൽ അസിഡിക്, 7 ന്യൂട്രൽ, ഗ്രേറ്റർ ദാൻ 7 ബേസിക് ആണെന്ന് പറയാനും നമുക്കറിയണ കാര്യമാണ്, വീണ്ടും പറയേണ്ടതില്ല. ആൻ aqueous solution of copper sulfate is acidic while sodium sulfate is neutral. കാരണം എന്താ? കോപ്പർ സൾഫേറ്റ് അസിഡിക് ആവാൻ കാരണം ഇത് കോപ്പർ ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന വീക്ക് ബേസും H2SO4 എന്ന് പറയുന്ന സ്ട്രോങ് ആസിഡും കമ്പൈൻ ചെയ്തുണ്ടായതാണ്. ആസിഡ് ആ സ്ട്രോങ്, അതുകൊണ്ട് അസിഡിക്. ഇത് ന്യൂട്രൽ ആവാൻ കാരണം സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന സ്ട്രോങ് ബേസും H2SO4 എന്ന് പറയുന്ന സ്ട്രോങ് ആസിഡും കമ്പൈൻ ചെയ്തതാണ്. രണ്ടുപേരും സ്ട്രോങ് ആണെങ്കിൽ അയാൾ എന്തായിരിക്കും? ന്യൂട്രൽ ആയിരിക്കും. That is the reason. അടുത്തത് write the expression for equilibrium constant Kc of the reaction. ഇതിന്റെ Kc എഴുതാൻ നിങ്ങൾക്ക് അറിയുമെന്ന കാര്യം എനിക്കറിയാം. പ്രൊഡക്റ്റിന്റെ മോളാർ കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ റിയാക്ടന്റ് ചെയ്താൽ മതി. അനെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc, അതിനെ റിവേഴ്സ് ചെയ്താൽ എന്താ സംഭവിക്കുക? റിവേഴ്സ് ചെയ്താൽ 1/Kc ആവും. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇനി മക്കളെ നോക്ക്, 4 ആസിഡുകളുടെ Ka വാല്യൂ തന്നിട്ടുണ്ട്. ഇവരെ അസിഡിക് സ്ട്രെങ്ത് കൂടുന്നോടല്ല അറേഞ്ച് ചെയ്യുക. മക്കളെ, ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി. Kaന്റെ വാല്യൂ കൂടുമ്പോൾ അസിഡിക് സ്ട്രെങ്ത് കൂടും. ഇത് മാത്രം നോക്കിയാൽ മതി, വേറൊന്നും നോക്കേണ്ട കാര്യമില്ല. ചില ക്വസ്റ്റ്യനിൽ pKa വാല്യൂ തരിക. pKa വാല്യൂ തരുമ്പോൾ അസിഡിക് സ്ട്രെങ്ത് കുറയുകയാ ചെയ്യുക. മക്കളെ, നിങ്ങൾ ശ്രദ്ധിക്ക്, ഇവിടെ Ka തന്നത്. സോ Ka is directly proportional to acidic strength. ഇനി ക്വസ്റ്റ്യൻ വേണ്ട, ചോദിക്കില്ല. ഐഡന്റിഫൈ ദ സോലുബിലിറ്റി റേഞ്ച് ഓഫ് സ്പാരിംഗ്ലി സോലുബിൾ സാൾട്ട്. മക്കളെ, നിങ്ങൾക്ക് അറിയേണ്ടതാണ്, സോലുബിലിറ്റി ഗ്രേറ്റർ ദാൻ 0.1 മോളാർ ആണെങ്കിൽ ദാറ്റ് ഈസ് സോലുബിൾ സാൾട്ട്. സോലുബിലിറ്റി ലെസ് ദാൻ 0.01 മോളാർ ആണെങ്കിൽ ദാറ്റ് ഈസ് സ്പാരിംഗ്ലി സോലുബിൾ. സോലുബിലിറ്റി 0.1 മോളാറിൻ്റെയും 0.01 മോളാറിൻ്റെയും ഇടയിലാണെങ്കിൽ ദാറ്റ് ഈസ് സ്ലൈറ്റ്ലി സോലുബിൾ. ഇവിടെ ഇതാണ് ചോദിച്ചത്, സ്പാരിംഗ്ലിയാ ചോദിച്ചത്. സോ ദാറ്റ് ഈസ് ലെസ് ദാൻ 0.01 മോളാർ. ഗോട്ട് ഇറ്റ്? യെസ്. കാൽക്കുലേറ്റ് ദ സോലുബിലിറ്റി ഓഫ് കോപ്പർ സൾഫേറ്റ്. സോലുബിലിറ്റി പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്. മക്കളെ, ബേരിയം സൾഫേറ്റ് പോലെ തന്നെയാണ് കാൽസ്യം സൾഫേറ്റ്. സോ KSP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു S സ്ക്വയർ ആണ്. സോ S ഇസ് ഈക്വൽ ടു എന്താ? റൂട്ട് KSP ആണ്. റൂട്ട് KSPയുടെ വാല്യൂ തന്നിട്ടുണ്ട്. സോ നോ പ്രോബ്ലം. അടുത്തത്, during classroom discussion one of your friend argues that equilibrium constant is not altered with change in temperature.
ടെമ്പറേച്ചർ മാറുമ്പോൾ എന്ത് മാറൂല? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് മാറൂല. അത് ശരിയാണോടാ? അത് ശരിയല്ല. ടെമ്പറേച്ചർ മാറുമ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് മാറും. കാരണം എന്താ? ടെമ്പറേച്ചർ ഇക്വിലിബ്രിയത്തെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. എക്സോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ എൻഡോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഫോർവേഡ്, എക്സോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ ബാക്ക്വേർഡ്. അവിടെ ഇക്വിലിബ്രിയത്തിൽ വേരിയേഷൻ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പിന്നെന്താണ്? Dissociation of calcium carbonate is closed vessel is given as തന്നിട്ടുണ്ട്. ഇതിൻ്റെ കേസ് ചെയ്താലൊക്കെ നിങ്ങൾക്ക് അറിയാം. എക്സ്പ്ലെയിൻ ദ എഫക്റ്റ് ഓഫ് ഇൻക്രീസ് ഇൻ പ്രഷർ. പ്രഷർ കൂടുമ്പോൾ എന്താണ് സംഭവിക്കുക? പ്രഷർ കൂടുമ്പോൾ ഇവിടെ പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ 1 മോള് ഗ്യാസ് ഉണ്ട്, അവിടെ ഗ്യാസ് ഇല്ല. സോ പ്രഷർ കൂടുന്ന സമയത്ത് നമ്പർ ഓഫ് മോൾസ് കുറവുള്ള ബാക്കിലേക്ക് പോകും. ഇവിടെ പ്രഷറിൻ്റെ കേസിൽ സോളിഡും ലിക്വിഡൊന്നും കൺസിഡർ ചെയ്യാൻ പാടില്ല കേട്ടോ, ഗ്യാസ് മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ 1 മോള്, ഇവിടെ 0 മോളാണ്. അപ്പോൾ പ്രഷർ കൂട്ടുമ്പോൾ ബാക്ക്വേർഡ്, കുറവ് നമ്പർ ഓഫ് മോൾസ് ഉള്ള ബാക്കിലേക്കാണ് പോവാം. എക്സ്പ്ലെയിൻ ദ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഡിസ്കസ് ദ എഫക്റ്റ് ഓഫ് പ്രഷർ. ഇവിടെ പ്രഷർ പറയാനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ ആണ്. ഇനി ലേഷാർലെ പ്രിൻസിപ്പിൾ പറഞ്ഞതാണ് ഹേബർ പ്രോസസ്സിൽ എങ്ങനെയാണ് മാക്സിമം പ്രൊഡക്റ്റ് ഉണ്ടാവുക. മാക്സിമം പ്രൊഡക്റ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ഉണ്ടാവണമെങ്കിൽ ഒന്നെങ്കിൽ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് കൂട്ടാം, അല്ലെങ്കിൽ പ്രഷർ കൂട്ടാം. കാരണം എന്താ? ഇവിടെ നമ്പർ ഓഫ് മോൾസ് കുറവാണ്, പ്രഷർ കൂട്ടുമ്പോൾ നമ്പർ ഓഫ് മോൾസ് കുറവുള്ള സൈഡിലേക്ക് പോകും. ഇനി നമുക്ക് വേണമെങ്കിൽ ടെമ്പറേച്ചർ എന്ത് ചെയ്യാം? കുറച്ച് കുറക്കാം. കാരണം എന്താ? ഇത് എക്സോതെർമിക് ആണ്. എക്സോതെർമിക്കിൽ ടെമ്പറേച്ചർ കുറക്കുമ്പോഴാണ് ഫോർവേഡിലേക്ക് പോവുക. പിന്നെ ഇവിടെ പ്രഷർ എങ്ങനെ എഫക്ട് ചെയ്യുക? ഇവിടെ 2 മോള്, ഇവിടെ 3 മോള്. പ്രഷർ കൂട്ടുമ്പോൾ ബാക്ക്വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഇനി ഇല്ലസ്ട്രേറ്റ് കോമൺ ആൻ എഫക്റ്റ് നമ്മൾ പറഞ്ഞതാണ്. pH കാണാൻ നമുക്കറിയാം. ലൂയിസ് ആസിഡിന്റെ കേസിൽ ഇത് ആനയോൺ ആണ്, ആനയോൺ ലൂയിസ് ബേസ്. ഇത് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്, ലൂയിസ് ആസിഡ്. ഇവിടെ ലോൺ പെയർ ഉള്ള ആളാണ് ലൂയിസ് ബേസ്. കാറ്റയോൺ ആണ് ലൂയിസ് ആസിഡ്. ഇതാണ് ഐഡിയ. അടുത്തത് ഇല്ലസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾ. കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ അറിയാം, ലൂയിസ് കോൺസെപ്റ്റ് അറിയാം. ലൂയിസ് തിയറി പ്രകാരം കോൺജുഗേറ്റ് ആസിഡും ബേസും അല്ലേ? ഇവിടെ ലോൺ പെയർ ഉണ്ട്, ലോൺ പെയർ ഉള്ള ആള് ലൂയിസ് ബേസ്. ലോൺ പെയർ ഉണ്ട്, ദാറ്റ് ഇസ് ലൂയിസ് ബേസ്. ഇലക്ട്രോൺ ഡെഫിഷ്യൻ ലൂയിസ് ആസിഡ്. ആനയോൺ ലൂയിസ് ബേസ്. ദിസ് ഇസ് ദി ഐഡിയ. ഇനി മക്കളെ നോക്കൂ, NaCl ഉണ്ട്, സോഡിയം അസറ്റേറ്റ് ഉണ്ട്, അമോണിയം ക്ലോറൈഡ് ഉണ്ട്. ഇവിടെ pH ഡിഫറൻ്റ് ആണ്. ഐഡൻറ്റിഫൈ ആസിഡിക്. മക്കളെ ഇത് സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും കമ്പൈൻ ചെയ്തതുകൊണ്ട് ന്യൂട്രൽ. ഇത് വീക്ക് ആസിഡും സ്ട്രോങ് ബേസും ആയതുകൊണ്ട് ബേസിക്. ഇത് സ്ട്രോങ് ആസിഡും വീക്ക് ബേസും ആയതുകൊണ്ട് ആസിഡിക്. അതാണ് ഐഡിയ. പിന്നെ അതെങ്ങനെ ഉണ്ടാവുന്നു എന്ന് ജസ്റ്റ് എഴുതിയാൽ മതി. ഇതെങ്ങനെ ഉണ്ടാവുക? NaOH പ്ലസ് HCl. ഇത് CH3COOH പ്ലസ് NaOH. ഇതെങ്ങനെ ഉണ്ടാവുക? NH4OH പ്ലസ് HCl. അതാണ് അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ. ഇനി വാട്ട് ഹാപ്പൻസ് ടു Kp ഓഫ് ദ എബവ് സിസ്റ്റം ഇഫ് മോർ ക്ലോറിൻ ഈസ് ആഡഡ്? മക്കളെ മോർ ക്ലോറിൻ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ആഡ് ചെയ്യുക. പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ആഡ് ചെയ്താൽ റിയാക്ഷൻ വിൽ ഷിഫ്റ്റ് ടു ബാക്ക്വേർഡ് ഡയറക്ഷൻ. ഗിവ് ദ റിലേഷൻ ബിറ്റ്വീൻ Kp ആൻഡ് Kc. ഇവിടെ 1 + 1 2 മോള്, ഇവിടെ 1 മോള്. അപ്പോൾ ഡെൽറ്റ 1 ആണ്. അപ്പോൾ Kp = എന്താ? Kc × RT. ദിസ് ഇസ് ദ റിലേഷൻ. അപ്പോൾ ഇതാണ് ഇക്വിലിബ്രിയം. മക്കളെ ഇക്വിലിബ്രിയം ചെറിയൊരു ചാപ്റ്റർ അല്ല, ഇക്വിലിബ്രിയം വലിയ ചാപ്റ്റർ ആണ്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ചാപ്റ്ററുകളിൽ പെട്ടതാണ്. അതുകൊണ്ട് കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻ റിപ്പീറ്റഡാ. ഇതിൽ മക്കളെ നമ്മൾ പറഞ്ഞ ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾ എഴുതി പഠിക്കുക, ചെയ്തു പഠിക്കുക. എന്തു സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഇന്ന് രാത്രി ലൈവ് ഉണ്ട്, ലൈവിൽ ചോദിക്കാം. ഒരുപാട് കുട്ടികൾ മക്കളെ പഠിക്കുന്ന സമയത്തൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, സാർ ഇതിൻ്റെ ആൻസർ ഒന്ന് പറഞ്ഞു തരുമോ, ഇതെങ്ങനെയാ വന്നത്? പരമാവധി ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. കാരണം നിങ്ങളെ ഫുൾ മാർക്കിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ കൂടെ നിങ്ങൾ നിൽക്കണം, നമുക്ക് ഫുൾ മാർക്കിലേക്ക് എത്താം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കുക, ലൈവിൽ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുക, നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.